ശ്രീലങ്കയിലെ കാൻഡിയിലെത്തുമ്പോൾ രാത്രി സമയം 9 മണി. കടകൾ മിക്കവാറും അടച്ച് റോഡുകൾ വിജനമായി തുടങ്ങിയിരിക്കുന്നു. ഗൂഗിൾ മാപ്പ് നോക്കി തൊട്ടടുത്ത് തന്നെയുള്ള കാൻഡി ടവറിൽ രാത്രി താമസത്തിനായി സൗകര്യത്തിന് കിട്ടി. അതിരാവിലെ എണീറ്റ ശേഷം കാൻഡി ടൗണിലൂടെ നേരെ നടന്നു. വളരെ മനോഹരമായ നഗരം. പക്ഷികളുടെ പ്രഭാതത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കലപില കേട്ടുകൊണ്ട് നടന്നെത്തിയത് കാൻഡി തടാകത്തിന് സമീപമായിരിക്കുന്നു. റോഡിൽ നിന്നും അല്പം ഉയർന്നതാണ് ജലാശയം എന്നത് എന്നെ തികച്ചും അത്ഭുതപ്പെടുത്തി. തടാകത്തിന് ചുറ്റുമുള്ള നടപ്പാതയും ഭിത്തിയും അല്പം ഉയരത്തിലാണ്. സൂര്യോദയത്തിന് മുമ്പുള്ള കാൻഡി തടാകത്തിന്റെ കാഴ്ചയാണിത്. തെരുവുവിളക്കുകൾ അണഞ്ഞിട്ടില്ല. എതിർവശത്ത് മലനിരകളാണ്. തടാകക്കരയിലൂടെ അല്പദൂരം നടന്നപ്പോൾ ഇടതുഭാഗത്തായി ശ്രീ ദളതമാലിക എന്ന ബുദ്ധക്ഷേത്രം. ശ്രീബുദ്ധന്റെ ഒരു പല്ല് ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ബുദ്ധമത വിശ്വാസികൾക്ക് ഈ ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്. പുറമേ നിന്ന് കണ്ട ശേഷം അകത്തേക്ക് പിന്നീട് കയറാമെന്ന് കരുതി തടാക തീരത്തു കൂടെ എൻ്റെ യാത്ര തുടർന്നു. ഒരറ്റത്ത് എത്തിയപ്പോൾ വലിയ അക്ഷരത്തിൽ ഭിത്തിയിൽ എഴുതി വച്ചിരിക്കുന്നു, കാൻഡി ലേക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. തടാകവും പരിസരവും എത്രമാത്രം വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. യാതൊരു മാലിന്യവുമില്ലാത്ത പരിസരവും ശുദ്ധജലം നിറഞ്ഞു നിൽക്കുന്ന തടാകവും. റോഡിന് ഇടതുഭാഗത്തായി ഒരു ക്ഷേത്രം. കുറച്ചുകൂടി നടന്നപ്പോഴാണ് അതിന്റെ പ്രവേശന കവാടം കണ്ടത്. തടാകത്തിൽ ബോട്ട് സവാരിക്കും സൗകര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അടുത്ത ലക്ഷ്യം അമ്പുൾ ബാവ ടവർ ആണ്. അതിനുവേണ്ട ബസ് കണ്ടെത്തണം. താമസിക്കുന്നിടത്തു നിന്ന് റോഡ് മുറിച്ചു കടന്നാൽ ബസ് സ്റ്റാൻഡാണ്. മുന്നിൽ തന്നെ കാൽനടക്കാർക്ക് വേണ്ടിയുള്ള ഭൂഗർഭ നടപ്പാത. ഇതിലേക്ക് നടന്നിറങ്ങി നടുക്ക് വൃത്താകൃതിയിൽ കടകളാണ്. വൃത്താകൃതിയിൽ തന്നെ മുകൾ ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്നു. ആകാശം കാണാം. ബസ് സ്റ്റാൻഡിന് സമീപത്ത് തന്നെയാണ് കാൻഡി റെയിൽവേ സ്റ്റേഷനും. കാമ്പോല എന്ന സ്ഥലത്ത് ബസ് നിർത്തി. റെയിൽവേ സ്റ്റേഷനും തൊട്ടടുത്ത് തന്നെ കാണാം. ഓട്ടോയ്ക്ക് വലിയ ചാർജ് പറഞ്ഞു കേട്ടപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് ടുക് ടുക് ആപ്പ് ഉപയോഗിച്ച് വാടകയ്ക്ക് ഒരു ബൈക്ക് ബുക്ക് ചെയ്തു. പറഞ്ഞ പ്രകാരം 6 മിനിറ്റ് കൊണ്ട് ബൈക്ക് സ്ഥലത്ത് എത്തിച്ചേർന്നു. എനിക്ക് ധരിക്കാനുള്ള ഹെൽമറ്റും ധരിച്ച് ഞാൻ പുറകിൽ കയറി. ഏതാനും വളവുകൾ ഉള്ള ചുരത്തിലൂടെ മുകളിലേക്കുള്ള യാത്ര. ടിക്കറ്റ് കൗണ്ടറിന് മുമ്പിൽ ഇറക്കി നിശ്ചിത തുക മാത്രം വാങ്ങി ഡ്രൈവർ സ്ഥലം വിട്ടു. കുന്നിൻ മുകളിലേക്കും ബസ് എത്തുമെന്ന് ഇവിടെ എത്തിയപ്പോൾ കണ്ടു. വിദേശികൾക്ക് 2000 ശ്രീലങ്കൻ രൂപയാണ് പ്രവേശന ഫീസ്. വാഹനം കടത്തിവിടണമെങ്കിൽ പ്രത്യേകം നിരക്കുണ്ട്. വീണ്ടും കുന്നിൻ മുകളിലേക്ക് അതികഠിനമായ കയറ്റമാണ്. ഇടത്താവളത്തിൽ അല്പം വിശ്രമിച്ച് ചിത്രങ്ങൾ പകർത്തി കയറ്റം തുടരാം.
മുകളിൽ എത്തിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ്. വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും കഴിക്കണം. ചെറിയ തോതിൽ ചാറ്റൽ മഴയും. ആവശ്യപ്പെട്ട ഭക്ഷണം എത്തി. മൂടൽമഞ്ഞിന്റെ ദൃശ്യഭംഗിയിൽ മുഴുകി സാവകാശം ഭക്ഷണം കഴിച്ചു. ടവറിന്റെ താഴത്തെ നിലയിൽ ഏതാനും കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീലങ്കൻ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി വാങ്ങാവുന്ന ഇനങ്ങളാണ് അതിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. ചുറ്റുകോണിയിലൂടെ മുകളിലേക്ക്. ഇടയ്ക്ക് ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുകളും കാണാം. ശക്തിയേറിയ കാറ്റാണ് ബാൽക്കണിയിൽ. കോടമഞ്ഞ് താഴെയുള്ള പ്രകൃതി ഭംഗിയെ മൂടിക്കൊണ്ട് വേഗം കടന്നു പോകുന്നുണ്ട്. കാറ്റ് പല ദിശയിലുമായാണ് വീശുന്നത്. അതിനനുസരിച്ച് കോടമഞ്ഞിന്റെ താണ്ഡവവും കാണാം. ഒരുപക്ഷെ ഇത് വല്ലപ്പോഴും മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യമാകാം. ഇവിടെ നിന്ന് മുകളിലേക്ക് ഉള്ളിലൂടെയും പുറത്തുകൂടെയും കോണിപ്പടികളുണ്ട്. അഗ്രഭാഗം സ്ക്രൂവിന്റെ അഗ്രം പോലെയാണ്. പടികൾ നേർത്തു വരുന്നു. അഗ്രഭാഗത്ത് ചിരിഞ്ഞു മാത്രമേ കയറാൻ കഴിയൂ. ചാറൽ മഴയുള്ളതുകൊണ്ട് ക്യാമറ പുറത്തെടുക്കാനേ പറ്റിയില്ല. കാറ്റിന്റെ ശക്തി മൂലം ഗോപുരമാകെ പറന്നു പോകുമോ എന്ന് പോലും തോന്നാതിരുന്നില്ല. അഴികളിൽ പിടിച്ചാണ് എല്ലാവരും കയറുന്നതും ഇറങ്ങുന്നതും. മരങ്ങൾക്കിടയിൽ ഒരു ചെറിയ ടവർ കാണാം. അതിൽ നിന്ന് ഈ ടവറിന്റെ ചിത്രമെടുത്ത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. നല്ല കാഴ്ചയായിരിക്കും ഇവിടെ നിന്ന്. താഴെ ഇറങ്ങി ചെറിയ ടവറിൽ കയറി. മരങ്ങളുടെ മറവിലായതിനാൽ ടവറിന്റെ അടിഭാഗം വേറെ തന്നെ പകർത്തേണ്ടി വന്നു. വിവിധ ആരാധനാലയങ്ങൾ കണ്ട ശേഷം പുറത്തേക്കുള്ള വഴിയിലെത്തി. ഇനി കയറ്റമില്ല, ഇറക്കം മാത്രമാണ്. ഓട്ടോയിലും ബസ്സിലുമായി തിരിച്ചു കാൻഡിയിലെ താമസ സ്ഥലത്ത് എത്തി. രാവിലെ കണ്ട ദളിത മാലികാവ് കാണുന്നതിനായി വീണ്ടും പുറത്തിറങ്ങി. വിദേശികൾക്ക് പ്രത്യേക കവാടമാണ്. സെക്യൂരിറ്റി പരിശോധന കഴിഞ്ഞ് അകത്ത് കടന്നു. സുവർണ നിറത്തിലുള്ള ഒരു 4 കാൽ മേൽത്തട്ട് മുമ്പിൽ ആനക്കൊമ്പുകൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. ഇതിനു പിറകിലെ മുറിക്കകത്താണ് ശ്രീബുദ്ധന്റെ പല്ല് സൂക്ഷിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിലെ ഭരണകർത്താക്കൾ വഴി കൈമാറിയാണ് അത് ഇപ്പോൾ ഇവിടെ സൂക്ഷിക്കുന്നത്. ധാരാളം പേർ ഇവിടെ പുഷ്പാർച്ചന നടത്തുന്നുണ്ട്. തുടർന്ന് കാണാനുള്ളത് മ്യൂസിയങ്ങളായിരുന്നു.
അവസാനം കയറിയ മ്യൂസിയത്തിന് പുറത്തായി ശ്രീബുദ്ധന്റെ മനോഹരമായ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. അകത്ത് വിവിധ രാജ്യങ്ങളിൽ ബുദ്ധമതം പ്രചരിപ്പിച്ചതിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന പ്രത്യേകം ഗാലറികളാണ്. സമയം ഇരുട്ടിയിരിക്കുന്നു. തടാകതീരത്തിലൂടെ താമസ സ്ഥലത്തേക്ക് മടങ്ങി.